അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ പരിശുദ്ധമായ മക്കത്തിലായിട്ട് ഇവിടെ ഉള്ളത്. ഈ പരിശുദ്ധമായ മക്കത്തുക 6 ബന്ധേൻ്റെ കണ്ടെങ്കിലും പരിശുദ്ധമായ കഅബ ഷരീഫും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമുള്ള കഴിഞ്ഞേൻ്റെ കണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട കണിക്കത്തെ ഒരു ജാഗയായിട്ട് ഇവിടെ ഇൻ്റെ നിങ്ങൾ നോക്കുന്നതും അവിടുത്തെ ചരിത്രവുമായിട്ട് നിങ്ങളൊട്ടിಗೆ ചൊല്ലത് അൽഹംദുലില്ലാ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്താൽമാറും കേട്ടാൽ നിങ്ങളെ ക്ലാസ്സിലെ പിറുസബെക്കടെ ചുമ്മത്താൽമാറുള്ളാർ റഹമുറാഹിമീനായ റബ്ബ് എല്ലാവർക്കും ഈ പരിശുദ്ധമായ ഭൂമികെത്തുകയും ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കുകയും യജമാനനായ റബ്ബ് തൗഫീക്ക് തരട്ടെ. എല്ലാവരെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം യജമാനനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ നിങ്ങൾ എല്ലാവരും കൊണ്ടുണ്ടോ ഞങ്ങളെ ഹബീബ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1500ാമത്തെ ജന്മനാൾ മീലാദുൻ നബി ആയിട്ട് ഇവിടെ വന്നുകൊണ്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് ഈ വർഷത്തെ ആ ഒരു മീലാദുൻ നബി നിങ്ങൾക്ക് ആചരിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ജനിച്ച ഗണിക്കത്തെ അകയുന്ന ഗണിക്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് കളിച്ച് വലിയായ ആ ഒരു അകയുന്ന ഗണിക്കത്തെ ആ ഒരു പ്ലേസ് ആ ഒരു ജാഗയായിട്ട് ഇവിടെ നിങ്ങൾ നോക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങല ആ കുടുംബം ജീവിച്ച ഗണിക്കത്തെ ഒരു പ്രദേശമായിട്ട് ഇവിടെ നിങ്ങൾ നോക്കരുത്. ആ കാണ്ടതായിട്ട് ആ കുട്ടിയുടെ കീഴിലുള്ള ഗണിക്കത്തെ ആ ഒരു പ്രദേശത്തുകായിട്ട് ഷഅബ് അബി ത്വാലിബ് ഷഅബ് അലി ഷഅബ് ബനി ഹാഷിം ഉണ്ടായിട്ട് ആ ഒരു ജാഗ അറിയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബം ജീവിച്ച ഗണിക്കത്ത് ചുമ്മ ചരിത്രക സാക്ഷിയായ ഗണിക്കത്തെ ഒരു ഏരിയ ആയിട്ട് ആ കാണ്ട ഗണിക്കത്തെ ഒരു ഏരിയ ചൊല്ലു നിങ്ങൾ ഒന്നുണ്ടോ. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അജ്ജായിട്ട് അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫിക്ക് 4 മക്കളായിട്ട് ഒന്ന് ഹാഷിം, മുത്തലിബ്, നൗഫൽ, അബ്ദു ഷംസ്, ഇങ്ങനെ 4 ആൺമക്കായിട്ട് ഈ അബ്ദു മനാഫ് ഇന്നത്. ഇതിൽ ഏറ്റവും അറിയപ്പെട്ട ഒരാളായിട്ട് ഹാഷിം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു പരമ്പര ഹാഷിമിലൂടെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പര ചൊല്ലത്. ഈ ഹാഷിമും ചൊല്ലി എനിക്ക് താല് കുറേശീങ്ങളെ ലീഡറായിട്ട് മാത്രമല്ല കുറേശീങ്ങൾക്ക് ഷാമുക പോയിട്ടും യമനുക പോയിട്ടും എല്ലാം ഒരു ബാണിയാക്കുക ബിസിനസ്സാക്കുകയില്ല എനിക്കത്തെ ഒരു ലൈസൻസ് എല്ലാം എടുത്തു കൊടുത്ത് എനിക്കത്തെ കുറേശീങ്ങ മക്കത്തുള്ള എല്ലാ ആൾമാരും വലിയ ആദരിക്കട എനിക്കത്തെ ഒരു ലീഡറായിട്ട് ഈ ഹാഷിമുൻ ചൊല്ല ഹാല്. ഈ ഹാഷിമുൻ ചൊല്ല ഹാല് ബിസിനസ് ബേനായിട്ട് യമനകും ഇങ്ങനെ ഷാമുക എല്ലാം പല ജാഗി ഇങ്ങനെ പോയോണ്ടിരുത്ത്. ഒരു ടൈമിൽ അയാൾ ഇങ്ങനെ ബാണ്യത്തുക വേണമായിട്ട് ഷാമുക പോകേണ്ട സമയത്തിൽ അയാൾ എപ്പോൾ ബാണ്യത്തുക പോകേണ്ടെങ്കിലും മദീനത്തിലുള്ള എനിക്കത്തെ സെയ്ദ് ഇബ്നു അംറുൻ ചൊല്ല എനിക്ക് താല ഒത്തുള്ളൂ ഒരു 2-3 തെച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ടായിട്ട് അയാൾ യാത്ര പോകേണ്ടത് മദീനത്തെ പേര് യസ്രിബ് ഉണ്ടായിട്ട് അങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ ഷാമുക പോകേണ്ട സമയത്തിൽ മദീനത്തുക എത്തിയപ്പോൾ ഈ സെയ്ദ് ഇബ്നു അംറുൻ ചൊല്ലി എനിക്ക് താലൗത്തുള്ളൂ തെച്ചിട്ടിക്കുമ്പോത്തുക ഈ സെയ്ദ് ഇബ്നു അംറുക്ക് സൽമാൻ ചൊല്ലി എനിക്കത്തെ ഒരു മോലുള്ള. അപ്പോൾ ആ മോലെ ഇങ്ങനെ വിഷയാക്കിയിട്ടാമത്ത എന്താവിടും സെയ്ദ് ഇബ്നു അംർ ഹാഷിമുൻ ചൊല്ലി ആളുകൾ ഈ മോലെ ഇഷ്ടാവിടും അങ്ങനെ എന്താവിടും മങ്ങിലാക്കി കൊടുക്കൂടും. ആ പെണ്ണിയുടെ പേരായിട്ട് സൽമാ ബിൻത്ത് സെയ്ദ് ഇബ്നു അംറുൻ ചൊല്ലി എനിക്കത് സൽമാൻ്റെ ആയിട്ട് ആ ഒരു പെണ്ണുങ്ങളെ പേര് ആ ഒരു പെണ്ണിയുടെ ഹാഷിം എന്താവിടും മങ്ങിലായ സമയത്തിൽ ഈ ഒരു സൽമാൻ ചൊല്ലി എനിക്കത്തെ പെണ്ണുങ്ങൾ അണ്ടൊരു ഡിമാൻഡ് വെച്ചിട്ട് നക്ക് നാ കറുപ്പുഞ്ചായിട്ട് കണ്ടെങ്കിൽ നക്ക് മക്കായത്തിന് കണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ബാപ്പയുടെ ഒത്തുലേ നക്ക് ദയിക്കൂല്ല എനിക്കത്തെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അണ്ട് ചൊന്നിട്ടുണ്ട്. അതൊക്കെ ഹാഷിം ഓക്കേണ്ടല്ലോ ചൊന്നിട്ട് അങ്ങനെ കുറേ കാലം കളിയിൽ ഈ സൽമാൻ ചൊല്ലി എനിക്കത്തെ പെണ്ണുങ്ങൾ കറുപ്പുഞ്ചാവിടും അതിലൊരു കിടാവാവിടും. ആ കിടാവിടെ പേരായിട്ട് ഷൈബാൻ ചൊല്ലി എനിക്കത്തെ കിടാവ്. അങ്ങനെ ഓർക്ക ഈ ഷാമുക പോയ സമയത്ത് ഷാം ചൊന്നേ ഫാലസ്തീനിലുള്ള എനിക്കത്തെ പോയ സമയത്തിൽ അവിടെ ഗസ ഇപ്പം ഞങ്ങൾ ഗസാൻ്റെ എല്ലാം ചൊല്ലൂല്ലേ ഗസാൻ ചൊല്ലി എനിക്കത്തെ ജാഗത്തി എത്തിയ സമയത്തിൽ ഈ ഹാഷിം എന്താവിടും രോഗിയാവിടും സീക്ക് പണ്ട് ആ സീക്കിൽ അവിടെ എന്താവിടും വഫാത്താവിടും. ആ വഫാത്തായിട്ട് അവിടെമേ ആയിട്ടിക്കടെ അയാളെ ദഫാനാക്കിയത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച ജാഗയായിട്ടിക്കടെ ഈ ഫലസ്തീനിലുള്ള ഗസാൻ ചൊല്ലി എനിക്കത്തെ പ്രദേശം ചൊല്ലത്. അങ്ങനെ ഹാഷിമിൻ ചൊല്ലാൽ അവിടെ വഫാത്താവിടും. അപ്പോൾ ഈ ഹാഷിമിന് ഒരു കിടാവ് അവിടെ ബലിയായിട്ടുണ്ടോ മദീനത്തിൽ ബലിയായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ ആയിട്ടിക്കടെ മക്കത്തിലുള്ള എനിക്കത്തെ കിനാനാൻ ചൊല്ലി എനിക്കത്തെ ഗോത്രത്തെ കൊറിയ ആൽമാർ മദീനത്തേക്ക് എത്തിയ സമയത്തിൽ അങ്ങ് അസറ സമയത്തിൽ
കുടുംബത്തിലെ മക്കളെ കലിക്കെടുത്ത് കാണുമ്പോഴത്തേക്കോ ഈ ഒരു കിടാവ് ഈ ഹാഷിമിനെ മോന് ഷൈബാൻ ചൊല്ലിക്കത്തെ ഈ ഒരു ചെറുക്കിട കാണുമ്പോൾ ഈ ചെറുക്ക് എല്ലാത്തിലും ഉഷാറായിട്ട് കിട അവിടെ എന്ത്ര സ്പർദ്ധ കുതിര സ്പർദ്ധ ആവട്ടെ അല്ലെങ്കിൽ ബില്ലുബാന ഏറെ സ്പർദ്ധ ആവട്ടെ എല്ലാത്തിലും ഈ കിടാവായിട്ട് കിട ഫസ്റ്റ്. അപ്പോൾ ഈ കിനാനത്ത് ഗോത്രത്തെ കേൾക്കിട കാരണം ഈ മുഖ കാണുമ്പോൾ ഹാഷിമിയുടെ അതേ മുഖമായിട്ട് കിട അതേ ഫേസ് ആയിട്ട് കിട ഈ ഒരു ഷൈബാൻ ചൊല്ലിക്കത്തെ മോണുകൂലത്. അപ്പോൾ ഈ കിനാനത്തെ മക്കത്തെ വന്ന് കിനാത്ത് ഗോത്രത്തെ നീനാറായിട്ട് കിട. അപ്പോൾ ആ മോനെ ചൊല്ലു നാന് ഇബ്നു സയ്യിദുൽ ബത്ഹാ ഖുറൈശിങ്ങ ലീഡറായിട്ടുള്ള ഹാഷിമിന്റെ മോനായിട്ട് ഇവിടെ മുജീസുൽ ഖുറൈശിങ്ങക്ക് ബിസിനസ് ആക്കോബേനായിട്ട് ഷാമുടെയും യമൻ്റെയും എല്ലാം അവിടുത്തെ ആ ലൈസൻസ് എടുത്തു കൊടുത്ത കണിക്കത്തെ ആ ഒരു നേതാവ് മോനായിട്ട് ഇവിടെ ആ മോനിങ്ങനെ അഭിമാനം ചൊല്ലു. അപ്പോൾ ഇങ്ങനെ അതിശയം കാരണം മക്കത്തിലുള്ള എനിക്ക് താൽമാർക്ക് ഹാഷിമ ഇങ്ങനെ മോനുള്ളതും മങ്ങിലായ വിഷയമെല്ലാം മക്കത്തിലുള്ള എനിക്ക് താൽമാർ ഗൊത്തില്ല. അങ്ങനെ ഈ കിനാനത്ത് ഗോത്ര താൽമാർ തിരിച്ച് മക്കത്ത് വന്ന സമയത്തിൽ അങ്ങനെ നേരെ ഫസ്റ്റ് പണ്ടത് ഈ മുത്തലിബർ മുട്ടായിട്ട് മുത്തലിബ് ഹാഷിം എലോണായിട്ട് കിടും. അപ്പോൾ മുത്തലിബ് ആ സമയത്തിൽ ഈ കാബത്തെ മുട്ടവില്ലേ ഹിജറി ഇസ്മായിൽ ഇങ്ങനെ ദച്ചിട്ടിക്കണം. ആ സമയത്ത് നേരെ ഈ കിനാത്ത് ഗോത്രത്തെ മുത്തലിബ് മുട്ട വന്ന് ചൊല്ലാറ് അല്ല നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഹാഷിമിർ ഒരു മോണോ മദീനത്തിൽ ബലിയായിട്ടുള്ള ഒരു യത്യമായ മോനല്ലേ ആ മോനെ വിളിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാവില്ലേ നിങ്ങൾക്ക് ഇവിടെ ബലിയാക്കുകയാവില്ലേട്ടല്ല അങ്ങനെ ചൊന്നിട്ടാകുമ്പോൾ ഈ മുത്തലിബ് ചൊല്ലു ഒക്കോ നൻ്റെ മൂത്തോണ്ട് നൻ്റെ ഇങ്ങനത്തെ ഒരു വിഷയം ചൊന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ നൻ്റെ അതിനെ ശ്രദ്ധ പോയിട്ട് നിനക്കത് മറന്നുപോയതായിട്ട് ഇക്കടെ. അപ്പം എന്താക്കട്ടെ മുത്തലിബ് എന്താക്കട്ടെ നേരെ മദീനത്തേക്ക് വിടും. അവിടുത്തെ മദീനത്തേക്ക് ഏകദേശം 10 നാളത്തോളത്തെ യാത്രയായിട്ട് ഇക്കടെ ആ സമയത്തിൽ ഉള്ളത്. അങ്ങനെ 10ാമത്തെ നാളിൽ വടകത്തിൽ മദീനത്തെ അസറ സമയത്തിൽ ഈ ഹാഷിം ചൊല്ലിക്കത്തെ അയാൾ ഹാഷിമിയുടെ മോൻ്റെ ഷൈബാൻ ചൊല്ലിക്കത്തെ ഈ ചെറുക്കരെ കാണുമ്പോഴത്തേക്കും ഒന്ന് കാണും ഹാഷിമിന് അതേ ഫേസ് കട്ടായിട്ട് ഇക്കടെ. ഹാഷിമിനയിലും ഈ ഷൈബറയിലും മുണ്ടിട്ട് ഉമ്മനെ വിളിച്ച പോയിട്ട് ഉമ്മയുടെ പെർമിഷനിൽ എടുത്തിട്ട് ഈ മുത്തലിബ് എന്താക്കട്ടെ ഈ ഷൈബാൻ ചൊല്ലിക്കത്തെ മോൻ്റെ തിരിച്ചിട്ട് നേരെ വടക്ക് വിളിച്ചവണ്ട് മക്കത്തേക്ക് വിളിച്ചവണ്ട്. പണ്ട് സമയത്തിൽ ഈ പണ്ട് തെറിലുള്ള ആൾമാരെല്ലാം കേൾക്കിടാറോ ആൾമാരിങ്ങനെ ആൾമാരെല്ലാം എന്തിനാ ഇരിക്കടാ ചൊന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറുക്കിടെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇക്കടെ മക്കത്തിൽ കാണേണ്ടത് അതുപോലെ മുത്തലിബ് റൊട്ടി കാണേണ്ടത് ഫസ്റ്റ് ടൈം ആയിട്ട്. അപ്പോൾ ആയിരിക്കും ഇത് മുത്തലിബിന് അടിമയായിട്ടിക്കണോട്ട് ഒരാൾമാർ അബ്ദുൽ മുത്തലിബ് അങ്ങനെ ചൊല്ലാർ. ചില ആൾമാർ കേട്ട ആൾമാർ ഒട്ടിക്ക് മുത്തലിബ് ചൊല്ലുക അബദി എൻ്റെ അടിമയായിട്ടിക്കണെന്ന് ചൊല്ലും. അങ്ങനെ മക്കത്തേക്ക് എത്തിയിട്ട് പിറ്റേനാൾ സുബയുടെ സമയത്തിൽ സാധാരണ ഈ ഖുറൈശിങ്ങ ഒരു സ്വഭാവമുണ്ട്. സുബയായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ആ ഹറമിനെ മുട്ട എല്ലാവരും ഒട്ടാവലുണ്ട്. ആ സമയത്തിൽ മുത്തലിബ് ചൊല്ലുമോ ഇതാ ഈ ഒരു ഷൈബാൻ ചൊല്ലി മോനെ കാട്ടിയിട്ട് ഇത് ഹാഷിമിൻ്റെ മോനായിട്ട് ഇക്കടെ ബനി നജാറിൽപ്പെട്ട സൽമ ബിന്ത് സെയ്ദ് ബിൻ അംർ ചൊല്ലി എനിക്കെത്ത ആ പെണ്ണുങ്ങളെ മങ്ങിലായ വിഷയം അതിലുണ്ടായി മോനായിട്ട് ഇക്കടെ ഈ മോൻ്റെ പേര് ഷൈബാണ്ടായിട്ട് ഇക്കടെ. പക്ഷെ ആ സമയത്തിൽ ഷൈബാൻ പേര് ചൊന്നിട്ടുണ്ടെങ്കിലും അതിക്ക് മുന്നിൽ എന്തായാലും ആൽമാറല്ല അബ്ദുൽ മുത്തലിബ് അടിമ ചൊന്നിട്ടു ഈ ചെറുക്കിടെ എന്താക്കിയാൽ അബ്ദുൽ മുത്തലിബ് കൊണ്ട് വിളിക്കുക തുടങ്ങിയാൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ മോണുകുമായിട്ട് കാണുന്നെങ്കിൽ ആ മുത്തലിബ് ബാക്കിയുള്ള അയാൾ സ്വന്തം മക്കളായിട്ട് ഈ ഒരു മുത്തോൻ്റെ മോൻ്റെ അത്ര കണ്ടിട്ടായിട്ട് ഇങ്ങനെ പെരുസാക്കിയത്. അപ്പം ഈ ഒരു പേരെ ഇക്കട്ടിട്ട് ഈ കിടാവും വിചാരിച്ചത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നിട്ട് മക്കത്തിൽ ഈ കിടാവ് ഫേമസ് ആയിട്ട് ഖുറൈശികളെ ആ ഒരു ലീഡർ വലിയ ഒരു സ്ഥാനത്തേക്ക് ആ ബാപ്പയുടെ അതേ ഒരു സ്ഥാനത്തേക്ക് ഈ അബ്ദുൽ മുത്തലിബ് എത്തിട്ടായിട്ട് ഇക്കടെ മക്കത്തിലുള്ള ഖുറൈശിങ്ങളെ ഈ ലാസ്റ്റ് പലക്കായിട്ട് എന്തൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്തിനു കണ്ടെങ്കിലും അത് അബ്ദുൽ മുത്തലിബ് ചൊന്ന പോലെ ആയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഈ അബ്ദുൽ മുത്തലിബ് അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് ഈ അബ്ദുൽ മുത്തലിബ് എത്തുക മാത്രമല്ല ഞങ്ങൾക്കുണ്ട് ഒരു കാലത്തിൽ സംസം കെന അത് മണ്ണിങ്ങനെ മണ്ണിന് അടിയിലായിട്ട് പോയിട്ട് ഈ മക്കത്താൽമാർക്ക് അത് വാടാണ്ട് കൊന്നില്ലാത്ത ആ സമയത്തിൽ ഈ അബ്ദുൽ മുത്തലിബ് ആയിട്ട് ഇങ്ങനെ കിനാവ് കാണാം. ഇന്ന ജാഗിൽ സംസം കിണ ഉണ്ട് അവിടുത്തെ മണ്ണെല്ലാം നീക്കിയിട്ട് ആ ഒരു കിണത്ത് നിങ്ങൾ ക്ലീനാക്കി എടുക്കണം. ഈ കിണാവെല്ലാം കൂടത് അബ്ദുൽ മുത്തലിബ് ആയിട്ട് ഇവിടെ കഅബ ഷരീഫിൻ്റെ മുറ്റത്തിൽ ഈ അബ്ദുൽ മുത്തലിബ് ദയിക്കൊരു പ്രത്യേകമായിട്ടുള്ള ജാഗത്തിന് ആ ജാഗയിൽ ആരും തെച്ചുകൊണ്ടില്ല. അത്ര വലിയ സ്ഥാനം അത്ര വലിയ പവറായിട്ട് ഇവിടെ ഈ ഒരു അബ്ദുൽ മുത്തലിബ് ഇന്നേറ്റ് അബ്ദുൽ മുത്തലിബ് 10 മക്കങ്ങായിട്ട് ഇവിടെ ഒന്ന് അബ്ദുള്ള, അബൂ ത്വാലിബ്, അബ്ബാസ്, ഹംസ, അബൂ ലഹബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 മക്കായിട്ട് ഇവിടെ അബ്ദുൽ മുത്തലിബ്. അതിലെ ഈ അബ്ദുള്ള ചൊല്ലിക്കത്തെ റളിയല്ലാഹു അൻഹു ആ ഒരു കിടാവിടെ ഒട്ടിക്ക് വലിയ പിറുസായിട്ട് ഇക്കടെ ബാപ്പായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് അതൊക്കെ കുറേ ചരിത്രപരമായിട്ടുള്ള കാരണം കൊണ്ട് അതിപ്പോൾ വിവരിക്കൂല എനിക്കത്തൊരു ടൈമില്ല. അങ്ങനെ ഈ അബ്ദുള്ള വലിയായിൽ പിന്നെ അതാ മങ്ങിലാവിടെ നിങ്ങൾ എല്ലാവരും കൊത്തുണ്ടോ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മങ്ങിലായിട്ട് 2 തിങ്കൾ മാത്രമായിട്ട് ഇവിടെ ഒട്ടിക്കിടത്. അങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കോ ഈ ഒരു
ബിസിനസ്സുക്ക് വേനായിട്ട് മക്കത്ത് ഒരു ടീം ഷാമുക്ക് വേനായിട്ട് പോകും പുറത്താട് പോണ സമയത്തിൽ ഒരു മൈഷത്ര തെരുവിലാവണല്ലേ ഇങ്ങനെ ഇന്നെങ്കിൽ മയ്യാവിടെ അങ്ങനെ എന്തായിട്ട് ഈ ബിസിനസ്സിൽ ഈ ടീം ഒരൊട്ടിಗೆ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അങ്ങനെ ഒട്ടിಗೆ നേരെ ബിസിനസ് വേനായിട്ട് ഷാമുക്ക് പോകണ്ടു ഉമ്മക്ക് മനസ്സില്ല അതേ സമയത്ത് ബാപ്പക്കും മനസ്സില്ലാത്ത കണിക്കത്തോട് ആയെങ്കിലും ജീവന മാർഗ്ഗമല്ലേ അങ്ങനെ ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒട്ടിಗೆ പോയിട്ട് അങ്ങനെ തിരിച്ചു പണ്ട സമയത്ത് മദീനത്തേക്ക് എത്തിയ സമയത്തിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്താവടും പണി പിടിക്കിട് പണി പണ്ട് പണി ജോറാവടും ആ പണി ജോറായിട്ടാകുമ്പോഴത്തേക്കോ ഈ ടീമിൽ നിന്ന് എനിക്ക് താൽമാറിയാൽ അയാളെ ബാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ബനിനജാൽപ്പെട്ട എനിക്കത്തെ ആൽമാരെ ഔത്തുൽ ആക്കിയിട്ട് ബാക്കിയുള്ളെല്ലാം തിരിച്ചു പണ്ടാറ് കൂടെ ഇങ്ങനെ കാത്തോണ്ടുള്ള ഒരു ഭാഗത്ത് ആമിന ഉമർ റളിയല്ലാഹു അൻഹു കാണാം മങ്ങിലായിട്ട് രണ്ട് തിങ്കളിക്കും വെത്തിയായിട്ട് പോയിടുത് അപ്പോൾ ആ മാപ്പിള ഇങ്ങനെ കാത്തോട്ടുണ്ട് മാത്രമല്ല രണ്ട് തിങ്കളത്തെ പ്രഗ്നൻറ്റുമായിട്ട് ഇക്കടെ ആ ഒരു ഗുഡ് ന്യൂസും ചൊല്ലണോ ഇതൊക്കെ വേനായിട്ട് ഇങ്ങനെ കാത്തോണ്ടുണ്ട് ഒരു ഭാഗത്ത് ബാപ്പ അബ്ദുൽ മുത്തലിബും കാത്തോണ്ടായിട്ട് ഇക്കടെ ബിരുസത്ത് പോണോ ബിസിനസ്സാക്കി പോയിട്ട് തിരിച്ചു പണ്ടത് ഇങ്ങനെ ബാപ്പവും കാത്തോണ്ടായിട്ട് ഇക്കടെ ഉള്ളത് ആ സമയത്തിലായിട്ട് ഇക്കടെ ഈ ബിസിനസ് പോയനെ ഈ ഒരു ടീം തിരിച്ചിട്ട് മക്കത്തെത്തിയ സാത്തക്ക് അബ്ദുൽ മുത്തലിബിനെ കേൾക്കടെ നണ്ട് അബ്ദുള്ള വാടായിട്ട് ഇക്കടെ ഉള്ള അബ്ദുള്ളരെ കണ്ടുകൊണ്ടില്ലല്ലേ അബ്ദുള്ള ഇവിടെ ഉണ്ടുകൊണ്ട് കേട്ടിട്ടാമങ്ങ് ചൊല്ലാറ് ഞങ്ങൾ ആ മദീനത്തേക്ക് തിരിച്ചു പറയുമ്പോൾ മദീനത്തേക്ക് എത്തിയ സമയത്തിൽ അബ്ദുള്ളക്ക് ജോറ് ഉഷാറില്ലാട്ട് ജോറ് പണിയെല്ലാം പണ്ട് അങ്ങനെ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ബനുനജാർ കുടുംബത്തെ ആൽമാരെ ഔത്തുലു ഞങ്ങൾ ആക്കിയിട്ടായിട്ട് ഇക്കടെ തിരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ മക്കത്ത് വന്നത് ഈ വിഷയം കേട്ടിട്ടാകുമ്പോൾ അബ്ദുൽ മുത്തലിബ് വലിയ ബേജാറാവടോ വലിയ ദുഃഖമാവടോ ആമിനമ്മക്കും വലിയ ബേജാറോ അപ്പമേ അബ്ദുൽ മുത്തലിബ് ഹാരിസും ചൊല്ലി എനിക്കെത്ത മോനെ വിളിച്ചോളൂ മോനോ ഇപ്പമേ നീ മദീനത്തേക്ക് പോയിട്ട് അബ്ദുള്ളക്ക് എന്തിനായിട്ടുണ്ട് നീ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ചൊന്നിട്ടോ ഹാരിസിലെ കടുത്തറ ഹാരിസ് മദീനത്തേക്ക് എത്രയ്ക്കും വന്നോളൂ മദീനത്തിൽ ഇന്ന് എനിക്കെത്തെ ബനുനജാർ ഗോത്രത്തെ ആ കുടുംബത്തൗത്തിൽ ഇന്ന് എനിക്കെത്തെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പണി ജോറായിട്ട് ആ പണിയിലെ അവിടമേ വെച്ചിട്ട് മദീനത്ത് വെച്ചിട്ട് വഫാത്തായിട്ടാകുമ്പോൾ ദാറുന്നാബിഗ ചൊല്ലി എനിക്കെത്തെ ജാഗയിൽ ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ദഫനാക്കിടാറ് അവിടെയായിട്ട് ഇക്കടെ മഹാൻ്റെ മഖ്ബറ ഉള്ളത് ഹാരിസ് ചൊല്ലാൽ ഈ മദീനത്തേക്ക് ഇത്ര സമയത്തിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായ ആ ഒരു വലിയ ബേജാറ് ദുഃഖത്തെ വിഷയമായിട്ട് ഇക്കടെ കേൾക്കുന്നത് വലിയ ബേജാറാവടോ അവിടുത്തെ മഖ്ബറത്ത് മുട്ടെല്ലാം പോയിട്ട് സിയാറത്താക്കിയിട്ട് തിരിച്ചിട്ട് മക്കത്ത് വന്നിട്ട് ഈ വിഷയം ഉണ്ടായിട്ടാകുമ്പോഴത്തോ എല്ലാവർക്കും വലിയ ബേജാർ എല്ലാവർക്കും വലിയ ദുഃഖം മദീനൊരു ഭാഗത്തിൽ ആമിന ഉമർ റളിയല്ലാഹു അൻഹു വലിയ ബേജാറായിട്ടിക്കടെ വലിയ ദുഃഖമായിട്ടിക്കടെ അങ്ങനെ ആമിന ഉമർ റളിയല്ലാഹു അൻഹ കർപ്പുഞ്ചായിട്ട് ഏകദേശം ക്രിസ്തശത്തക്ക് 571 ഏപ്രിൽ 21 പരിശുദ്ധമായ റബിയുൽ അവ്വൽ 12 തിങ്കളാസ് 2 സുബൈക്ക് മുന്നോളായിട്ടുള്ള എനിക്കെത്തൊരു ടൈമിൽ അതാ ഹബീബായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് റഹ്മത്തായിട്ട് വന്ന എനിക്കത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജനിക്കട് ലോകത്ത് ആ റഹ്മത്ത് ഉദിക്കട് അത് പരിശുദ്ധമായ റബിയുൽ അവ്വൽ 12 ആയിട്ടിക്കട് ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങളായിട്ടിക്കട് ആ സമയത്ത് ഉണ്ടായത് കിസ്റ കൈസർ രാജാക്കന്മാർ അങ്ങനെ പാലസും അങ്ങനെ ദർബാറെല്ലാം അതാ കുലുങ്ങിപ്പോയത് അങ്ങനെ ആ ഒരു അരമനയെല്ലാം ബെറന്നുപോയ കണിക്കത്തൊരു സമയമായിട്ടിക്കടത് ഏകദേശം പേരിഷ്യത്താൽമാർ 1000 വർഷക്കാലം അങ്ങ് ആരാധിച്ചോ ഇന്നത്തെ പൊലിയാട്ട് ആരാധിച്ചോ ഇന്നലെ ആ ഒരു തീ അഗ്നി അതെല്ലാം പൊലിഞ്ഞു പോണ്ട് സാവാൻ ചൊല്ലി കണിക്കത്ത് അനകട്ടു ബത്തി പോണ്ട് ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളായിട്ടിക്കടെ ആ സമയത്തിൽ ലോകത്തിൽ ഉണ്ടാവിടത് മാത്രമല്ല ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആമിന ഉമർ റളിയല്ലാഹു അൻഹയുടെ ആ ബേത്ര പുറത്ത് പറയുമ്പോൾ സുന്നത്താകപ്പെട്ട രൂപത്തിൽ അതേപോലെ ആ പൊക്കുല്ലെ ആ ബലിയെല്ലാം കട്ടാക്കിയ രൂപത്തിൽ അതേപോലെ നേരെ വന്നിട്ട് സുജൂദ് കായിട്ടിക്കട് ഈ കിടാബോൾ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഷിഫാ ബീബി റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയായിട്ടിക്കട് ആ ഉമ്മ ചൊല്ലു നാനുണ്ട് ആമിന ഉമർ റളിയല്ലാഹു അൻഹയുടെ ഔത്തുൽ ഇന്ന് ആ സമയത്തിൽ നക്ഷത്രങ്ങ ഇങ്ങനെ ഭൂമി ഇഴിഞ്ഞു പണ്ടെന്ന കണ്ടുപോയി തീ ഉൽക ബൂൾഡാഞ്ചൊന്നാണ് ആ പേടിച്ചു പോയ ഇങ്ങനത്തെല്ലാം അത്ഭുതങ്ങളും പ്രകാശങ്ങളെല്ലാം ഉണ്ടായ കടിക്കത്തെ ഒരു സമയമായിട്ടിക്കടെ ആ സമയം ചൊല്ലത് അങ്ങനെ പിറ്റേന്നാൾ അബ്ദുൽ മുത്തലിബ് ഈ വിഷയം കിട്ടിട്ടാകുമ്പോഴത്തേക്കോ വലിയ സന്തോഷം അവിടെ ഈ കിടാവിടെ വിളിച്ചുകൊണ്ടോ അതാ കാബത്ത് മുട്ട പോണ്ട് തവാഫാക്കിടെ ആ അതേപോലെ ദ്വാർക്കിടെ ആ അബൂലഹബ് ഈ വിഷയം കിട്ടിട്ടാകുമ്പോൾ സ്വായിബത്തുൽ അസ്ലമിയാൻ ചൊല്ലി കടിക്കത്തെ അടിമസ്ത്രീ ഒരു വിഷയത്തിരിപ്പിട്ടാകുമ്പോൾ ആ അടിമസ്ത്രീയുടെ മോചിപ്പിക്കടെ വിടുകടാക്കിടെ ഇങ്ങനെ ഒരുപാട്
സന്തോഷങ്ങൾ ഒരു ലോകത്ത് ഏറ്റവും വലിയ സന്തോഷം ഏതെന്ന് കേട്ടെങ്കിൽ അത് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഭൂമിക്ക് വന്ന ഗണിക്കത്തെ ആ ഒരു റഹ്മത്ത് ഉദിച്ച ഗണിക്കത്തെ ആ ഒരു ടൈമും ആ ഒരു നാളുമായിട്ട് ഇക്കടെ 7ാമത്തെ നാളിൽ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് ചൊല്ലി ഗണിക്കത്തെ പേര് വെച്ചിട്ടാകുമ്പോൾ കുറേശ്യം കേട്ടാൽ എന്ത് കയറ്റിക്കിടെ ഇങ്ങനത്തെ ഒരു പേര് സാധാരണ ഞങ്ങളിവിടെ കേട്ടിട്ടില്ലല്ലേ. നൻ്റെ ഈ ഒരു പുള്ളി നൻ്റെ ഈ മുഹമ്മദ് എല്ലാവരും സ്തുതിക്കണോ, ആ ഒരു ഹംദ് ചൊല്ലണോ, ശുക്ർ ചെയ്യും. അതുകൊണ്ടായിട്ടിക്കടെ ഈ ഒരു പേരെന്നാണ് മുഹമ്മദ് എന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു നന്ദി അർപ്പിക്കലായിട്ടിക്കണെങ്കിൽ റബിയുൽ അവ്വൽ 12 ചൊന്നിങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ഹംദും ശുക്രയും ആ റഹ്മത്ത് കിട്ടിയ ഗണിക്കത്തെ ആ ഒരു സന്തോഷത്തെ ഗണിക്കത്തെ ഒരു നാളായിട്ടിക്കടെ രണ്ട് ഞങ്ങൾ കുഷിപ്പണനായ ഒരു നാളും കൂടിയായിട്ടിക്കടെ 54 ബേജാറാവിടെ ഒരാളിനെ കണ്ടെങ്കിൽ അത് ലഅനത്തുല്ലാഹി ഇബ്ലീസായിട്ടിക്കടെ അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ച ഗണിക്കത്തെ ആ ഒരു അകയിട്ടിക്കടെ നിങ്ങൾ കാണുക ഗണിക്കത്തെ ഈ ഒരു ലൈബ്രറി ഉൽഗത്തിൽ ഒരു അകയിന്ത ആ അകത്തിലായിട്ടിക്കടെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ചതിൻ്റെ യാറത്തെ ചരിത്രകാരന്മാർ അങ്ങ് ഉല്ലേഖാക്കിയതും അങ്ങ് ചൊന്നതും ഇതായിട്ടിക്കടെ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബമെല്ലാം ജീവിച്ചു കഴിയുന്ന എനിക്കത്തെ ഒരു പ്രദേശമായിട്ടിക്കടെ ഈ ഒരു ഷേബ് അലി, ഷേബ് അബി ത്വാലിബ്, ഷേബ് ബനി ഹാഷിമിയുടെ അറിയപ്പെട്ട എനിക്കത്തെ ഈ ഒരു ജാഗയാണ് ചൊല്ലത്. ഇത് ആ കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഹിജറ പോയാൽ പിന്നെ ഈ ജാഗയിൽ അഖീൽ ബിൻ അബി ത്വാലിബ് അഖീൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കുടുംബം ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നാൽ അതിൽ പിന്നെ അബ്ബാസിയ കാലത്തിൽ ഇവിടെ ഒരു പള്ളി നിർമ്മാണം ഹാറൂൺ റഷീദ് രാജാവുടെ ഉമ്മ ഇവിടെ ഒരു പള്ളി ഈ ജാഗയിൽ നിർമ്മിച്ചിട്ടും അതിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അബ്ദുൽ അസീസ് രാജാവുടെ കാലത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈബ്രറി ഈ ജാഗയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടിക്കടെ ചരിത്രമെല്ലാം ഞങ്ങാണ്ടത്. ഇപ്പം ആ ജാഗയിലെല്ലാം ഞങ്ങൾ പോകും അവസരമില്ല. ഏതായിട്ടും അൽഹംദുലില്ലാ ഈ ഒരു ജാഗയിലായിട്ടിക്കടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജനിച്ചതിൻ്റെ യാറത്തെ ചരിത്രകാരന്മാർ ഞങ്ങൾക്ക് പടിപ്പാടി തന്നെ ഗണിക്കത്തൊരു വിഷയമായിട്ടിക്കടെ അർഹമുർ റാഹിമീനായ റബ്ബി ഒരു ജാഗയുടെ ബറക്കത്തിൽ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമ്മ മഹബത്ത് വെക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ തങ്ങളെ ഷഫാഅത്തിൽ അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഹബീബായ മുത്തനബി തങ്ങളെ ആ തിരുകൈയിൽ നിന്നിട്ട് ഹൗദുൽ കൗതർ കുടിക്കൊടുക്കും. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരെയും നബി തങ്ങളെ ഒട്ടിಗೆ സ്വർഗത്തിൽ അള്ളാഹു സേറുപാട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.